സാർ, നമ്മുടെ നിലവിൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ഥലം മാറ്റങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയ ഗവൺമെൻറ് ഉത്തരവ് 3/2017 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഓൺലൈനായി പരമാവധി വകുപ്പുകൾ നടത്തണം എന്ന് നിശ്ചയിച്ചൊരു കാലത്തിന് ശേഷമുള്ള വിഷയമാണ് സാർ ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മന്ത്രി മറുപടിയിൽ പറഞ്ഞതുപോലെ, ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ നയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രവർത്തന സൗകര്യാർത്ഥം ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സാധാരണയാണത് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ മാനദണ്ഡങ്ങളെ ആകെ കാറ്റിൽ പറത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന ട്രാൻസ്ഫറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങേക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞയ്ക്കും ശേഷം ഓരോ വകുപ്പിൻ്റെയും മന്ത്രിമാരാരാണെന്നോ ഏതൊക്കെ പാർട്ടിക്കാണോ ആ വകുപ്പുകൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില സർവീസ് സംഘടനകൾ അവരുടെ പ്രത്യേക നിർദ്ദേശം വിശദീകരണക്കുറിപ്പിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ രംഗത്ത് പ്രാപ്യമായ ഗുണകരമായ ഒന്നാണ് എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ? സാർ ഇവിടെ ചിലത് വായിച്ചു, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കേരള NGO അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AM ജാഫർ ഖാൻ്റെ പേരിൽ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വഴുതക്കാടിന് അയച്ചു കൊടുത്ത ഒരു കത്തിൻ്റെ കോപ്പിയാണ് സാർ. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതക്കാടുള്ളയാളെ വടക്കാഞ്ചേരിയിലേക്ക്, തലശ്ശേരിയിലുള്ളയാളെ മാനന്തവാടിയിലേക്ക്. ഇത് ഏത് ഉദ്യോഗസ്ഥ താല്പര്യത്തിനും ഏത് ഔദ്യോഗിക സംവിധാനത്തിനും വേണ്ടിയാണ് സാർ? ഇങ്ങനെ ഒരു കത്ത് കൊടുത്താൽ ആ കത്ത് കൊടുക്കുകയും അത് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണ് സാർ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? ഗുരുതരമായൊരു വിഷയമല്ല. അങ്ങേക്കറിയാം, ഇപ്പോൾ ജൂൺ മാസം, മെയ് മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും അധ്യയനം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് വില്ലേജ് ഓഫീസുകൾ അതുമായി ബന്ധപ്പെട്ട് എത്രയോ രേഖകൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് വില്ലേജ് ഓഫീസർമാരെ തലങ്ങും വിലങ്ങും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. നിങ്ങൾ വില്ലേജ് ഓഫീസർമാരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ മാറ്റും എന്നാണ് നടപടിയെങ്കിൽ ജൂൺ കഴിഞ്ഞൊന്ന് മാറ്റാൻ തീരുമാനിക്കണ്ടേ? മെയ് മാസം, ജൂൺ മാസം തലങ്ങും വിലങ്ങും മാറ്റിയാൽ അങ്ങേക്കറിയാവുന്നതുപോലെ നിയമപരമായി സ്ഥലം മാറുമ്പോൾ ഒരു ജോയിനിങ് ടൈം 7 ദിവസം കൂടി അവർക്ക് എടുക്കാൻ പറ്റും. അതുകൂടി വെച്ചാൽ ഇത്തവണത്തെ കോളേജ് അഡ്മിഷനും സ്കൂൾ അഡ്മിഷനും എങ്ങനെയാണ് സാർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക? സാർ, സെൻസസ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ 2027 മാർച്ച് വരെ സ്ഥലം മാറ്റം പാടില്ല എന്നൊരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുകയാണ് സാർ. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുമ്പോൾ സെൻസസ് ഡ്യൂട്ടിയിൽ ചുമതലപ്പെട്ട ആളുകൾ ഉൾപ്പെടെ മാറ്റുകയാണ്. റവന്യൂ വകുപ്പിൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ HRMS നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്റ്റേഷനകത്തേക്ക് നിയമിക്കുന്ന ആളുകളെ മാറ്റാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു സ്റ്റേഷനകത്തേക്ക് ചുമതലപ്പെടുന്നവരെ ആ സ്റ്റേഷനകത്ത് മാറ്റാം. 3 കൊല്ലം വരെ പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ ആ സ്റ്റേഷനകത്ത് സാധ്യമാണ്. പക്ഷേ ആ സ്റ്റേഷനും വിട്ട് മാറ്റുന്നതിൻ്റെ പേരിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് സാർ? സാർ നോക്കണം, ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ NGO അസോസിയേഷൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ അങ്ങയുടെ വിജിലൻസ് തന്നെയാണ് പിടികൂടിയത് സാർ. പിണറായിയുടെ വിജിലൻസ് അല്ല. ശ്രീ VD സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് തന്നെ NGO അസോസിയേഷൻ്റെ ഒരു നേതാവിനെ പിടികൂടുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വരികയും ചെയ്യല്ലേ സാർ? ആലപ്പുഴയിലെ റവന്യൂ മേഖലയിൽ നടത്തിയ കൂട്ട സ്ഥലം മാറ്റം പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് കാറ്റ് നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ ഘട്ടത്തിൽ വായിക്കാൻ പറ്റേണ്ടതല്ലേ സാർ? തിരുവനന്തപുരത്ത്, ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ. തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാന്റെ ആ PA വീണ്ടും ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ് തിരിച്ചു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒഴിവുണ്ടായിട്ടും ഇവിടെ നിയമിക്കാൻ പറ്റാത്തത് കൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റി നിയമിച്ചു. പ്രശ്നമില്ല. പക്ഷെ തൃശ്ശൂരിൽ സീറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.